എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ആഴമായ സ്നേഹത്തെ തൻ്റെ ജനത്തോട് എങ്ങനെ പ്രകടിപ്പിക്കുന്നുവെന്ന് ശ്രവിക്കാം. യെശയ്യാവ് 43:4 നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവനു പകരം ജാതികളെയും കൊടുക്കുന്നു. ഈ അധ്യായത്തിൽ ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രയേലിനെ ആശ്വസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അവർ പ്രവാസത്തിലായി വെല്ലുവിളികൾ നേരിട്ടു. ഇസ്രയേലിയർ പലപ്പോഴും ആത്മീയമായി തകർന്ന അവസ്ഥയിലായിരുന്നു. അനുസരണക്കേടിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടു. എന്നിരുന്നാലും ദൈവം അവർക്ക് പുനഃസ്ഥാപനവും വിടുതലും വാഗ്ദാനം ചെയ്യുന്നു. ഇവിടെ അവൻ തൻ്റെ സ്നേഹത്തെക്കുറിച്ചും തൻ്റെ ജനത്തോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ചും അവരെ വീണ്ടെടുക്കാനുള്ള തൻ്റെ ശക്തിയെക്കുറിച്ചും സംസാരിക്കുന്നു. ഈ വാക്യത്തിൽ ദൈവം ഇസ്രയേലിനോടുള്ള തൻ്റെ ആഴമായ സ്നേഹം പ്രകടിപ്പിക്കുന്നു. അവർക്ക് അവിശ്വസ്തതയും പാപവും ഉണ്ടായിരുന്നിട്ടും ദൈവം ഇസ്രയേലിനെ വിലപ്പെട്ടതും മാന്യവും പ്രിയപ്പെട്ടതുമായി കാണുന്നു. ഞാൻ നിനക്ക് പകരം മനുഷ്യരെ നൽകും, നിന്റെ ജീവനു വേണ്ടി ഞാൻ ജാതികളെ കൊടുക്കും എന്ന വാചകം സൂചിപ്പിക്കുന്നത് ദൈവം ഇസ്രയേലിനെ അവരുടെ നിമിത്തം ബലിയർപ്പിക്കാൻ അനുവദിച്ചുകൊണ്ട് സംരക്ഷിക്കുമെന്നാണ്. അവൻ തൻ്റെ ജനത്തിന്മേൽ സ്ഥാപിക്കുന്ന വാക്ക് വളരെ വലുതാണ്. മറ്റുള്ളവരെ അവരുടെ സ്ഥാനത്ത് ഉപേക്ഷിക്കേണ്ടി വന്നാലും അവരെ സംരക്ഷിക്കാൻ അവൻ ഏതറ്റം വരെയും പോകുമെന്നും അവൻ പറയുന്നു. ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള തീവ്രവും നിരുപാധികവുമായ സ്നേഹത്തെയും അവരുടെ പരാജയങ്ങൾക്കിടയിലും അവരുടെ ക്ഷേമത്തിനായുള്ള അവൻ്റെ അചഞ്ചലമായ പ്രതിബദ്ധതയെയും ഈ വാക്യം പ്രതിഫലിപ്പിക്കുന്നു. എൻ്റെ ദൃഷ്ടിയിൽ നീ വിലപ്പെട്ടവനായിരുന്നു എന്ന് ദൈവം ഇസ്രയേലിനോട് ഉറപ്പിച്ചു പറയുന്നു. അവൻ തനിക്ക് വിലപ്പെട്ടവനാണെന്ന് അവരോടുള്ള അവൻ്റെ സ്നേഹം അവരുടെ പൂർണ്ണമായ അനുസരണത്തെ ആശ്രയിച്ചല്ല, മറിച്ച് അവൻ്റെ കൃപയെ ആശ്രയിച്ചിരിക്കുന്നു. നീ മാന്യനായിരുന്നു. ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന നിലയിൽ ഇസ്രയേലിനെ നൽകുന്ന മാന്യതയും മൂല്യവും തിരിച്ചറിയുന്നുവെന്ന് വെളിപ്പെടുത്തുന്നു. ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നേരിട്ടുള്ള പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഞാൻ നിനക്ക് പകരം ജനങ്ങളെയും കൊടുക്കുമെന്നത് ദൈവിക സംരക്ഷണത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹം നാം തിരിച്ചറിയണം. തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ പ്രതിബദ്ധത അത്ഭുതകരമാണ്. നമ്മെ സംരക്ഷിക്കാനും വീണ്ടെടുക്കാനും അവൻ ഏതറ്റം വരെയും പോകും. നമുക്ക് വീഴ്ച സംഭവിക്കുമ്പോൾ ഒരു മാന്യമായ സ്ഥാനത്ത് പുനഃസ്ഥാപിക്കാൻ എപ്പോഴും സന്നദ്ധനാണ്. സ്നേഹപിതാവേ, അങ്ങയുടെ സ്നേഹത്തിൽ ആശ്രയിക്കാനും അവിടുത്തെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.